കേരളത്തിലെ ഏറ്റവും പരമോന്നത നീതിപീഠമാണ് കേരളത്തിൻ്റെ ഹൈക്കോടതി. ആ ഹൈക്കോടതിക്ക് കീഴിൽ ഒരുപാട് കോടതികളുണ്ട്. മുൻസിഫ് കോടതികൾ വരെ ഏതാണ്ട് 450 കോടതികൾ ഉള്ളതായിട്ടാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ കോടതികളിലൊക്കെ ഏറ്റവും മുകളിലുള്ള സംസ്ഥാനത്തെ പരമാധികാരമുള്ള കോടതിയാണ് കേരള ഹൈക്കോടതി. സുഹൃത്തുക്കളെ, ആ ഹൈക്കോടതിയിലെ ഒരു ജഡ്ജിക്ക്, ആ ജഡ്ജി കഴിഞ്ഞ ജൂൺ 2 റിട്ടയർ ചെയ്തിരുന്നു. ആ ജഡ്ജിയുടെ പേര് ജസ്റ്റിസ് മേരി ജോസഫ് എന്നാണ്. അവർ കേരളത്തിലെ ഹൈക്കോടതിയിൽ ജഡ്ജായിരുന്ന സമയത്ത് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസിൽ, അതായത് NDPS കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട 4 പ്രതികളെ വെറുതെ വിട്ടതുമായി ബന്ധപ്പെട്ട് കൊണ്ട് വലിയ വിവാദം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുകയാണ്. ആ ജഡ്ജിക്ക്, ആ ഹൈക്കോടതി ജഡ്ജിക്ക് മയക്കുമരുന്ന് ലോബിയുമായി ബന്ധമുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള ഹൈക്കോർട്ട് അഡ്വക്കേറ്റ് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റും, കേരള ഹൈക്കോർട്ട് അഡ്വക്കേറ്റ് അസോസിയേഷൻ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 800ഓളം ഹൈക്കോടതി അഭിഭാഷകരുടെ ഔദ്യോഗിക സംഘടനയാണ് കേരള ഹൈക്കോർട്ട് അഡ്വക്കേറ്റ് അസോസിയേഷൻ. അതിൻ്റെ പ്രസിഡൻറ്റും അഭിഭാഷകനുമായിട്ടുള്ള അഡ്വക്കേറ്റ് യശ്വന്ത് ഷേണായി ഇവരുടെ ഈ ബന്ധം വിശദമായി അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് CBIക്കും അതുപോലെ തന്നെ കേന്ദ്ര ലോ ആൻഡ് ജസ്റ്റിസ് മിനിസ്ട്രിക്കും അതുപോലെ തന്നെ ഇന്ത്യയിലെ പരമോന്നത നീതിപീഠത്തിൻ്റെ ചീഫ് ജസ്റ്റിസിനും കത്തയച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഗൗരവാവസ്ഥ ഏറ്റവും കൂട്ടിയിരിക്കുന്നത്. ആ കത്തിൻ്റെ കോപ്പിയാണ് എൻ്റെ കയ്യിലുള്ളത്. ആ കത്ത് അദ്ദേഹം അയച്ചത് ജൂൺ 11, 2024 ജൂൺ 7, 2024 യശ്വന്ത് ഷേണായി കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് വേറൊരു കത്ത് അയച്ചിരുന്നു. ആ കത്തിൽ പറഞ്ഞിരുന്നത്, ഈ മേരി ജോസഫ് എന്ന് പറഞ്ഞ ജഡ്ജ് ജൂൺ 2, 2022 റിട്ടയർ ചെയ്തെങ്കിലും അവർ റിട്ടയർമെൻറ്റിന് ശേഷം അവരുടെ ചേംബർ സ്ഥിരമായി സന്ദർശിക്കുകയാണെന്നും അവിടെ ഇരുന്നു കൊണ്ട് അവർ വിധിന്യായങ്ങൾ എഴുതുകയാണെന്നും ആ വിധിന്യായങ്ങൾ ബാക്ക് ഡേറ്റ് ഇട്ട് അപ്ലോഡ് ചെയ്യുകയാണെന്നും അതിനവർക്ക് സൗകര്യമുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി അവർക്കും അവരുടെ സ്റ്റാഫിനും ഹൈക്കോടതിയിലെ IT സംവിധാനങ്ങൾ ഉപയോഗിക്കാനുള്ള അനുവാദം നൽകിയിരിക്കുകയാണെന്നും ഉള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം ഈ യശ്വന്ത് ഷേണായി അദ്ദേഹം ജൂൺ 7 കേരള ചീഫ് ജസ്റ്റിസ് അയച്ചൊരു കത്തിൽ പറഞ്ഞു. അതുകൊണ്ട് തന്നെ റിട്ടയർമെൻറ്റിന് ശേഷം തൻ്റെ ചേംബറിൽ വന്നിരുന്ന കത്ത് വിധിന്യായം എഴുതുന്നത് സുപ്രീം കോടതിയുടെ സ്റ്റേറ്റ് വേഴ്സസ് നരേഷ് പ്രസാദ് അഗർവാൾ എന്ന് പറയുന്ന കേസിന് വിരുദ്ധമാണെന്നും അതോടൊപ്പം തന്നെ അവർക്കും അവരുടെ സ്റ്റാഫിനും ഈ IT സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ കൊടുത്തിരിക്കുന്ന അനുവാദം ഉടനടി ഡീആക്ടിവേറ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് അഡ്വക്കേറ്റ് യശ്വന്ത് ഷേണായി ജൂൺ 7, 2024 ജൂൺ 7 ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് കത്തയച്ചത്. അതിനെ തുടർന്ന് പിന്നീട് ഒരു ഉത്തരവിറങ്ങി. ആ ഉത്തരവിൽ അഡ്വക്കേറ്റ് യശ്വന്ത് ഷേണായി പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ശരിവെച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതിനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ, ജഡ്ജി റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വസ്തുവകൾ എടുത്തുകൊണ്ട് പോകുന്നത് സംബന്ധിച്ചിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ, അവരവിടെ നിന്ന് പോയാൽ ഉടനെ തന്നെ അവരുടെ IT സംവിധാനങ്ങൾ ഡീആക്ടിവേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവിറങ്ങി. ആ ഉത്തരവ് യഥാർത്ഥത്തിൽ അഡ്വക്കേറ്റ് യശ്വന്ത് ഷേണായി പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. പക്ഷേ എങ്കിലും അതിൽ കുറ്റം ചെയ്തിട്ടുള്ളവർക്ക് എതിരായിട്ടുള്ള ശിക്ഷണ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് അവിടെ നിൽക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ ഈ വീഡിയോയിലെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് യശ്വന്ത് ഷേണായി ജനുവരി 11, 2024 ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിന് അയച്ചിട്ടുള്ള കത്താണ്. ആ കത്തിൻ്റെ സബ്ജക്റ്റ് തന്നെ ഇൻവോൾവ്മെൻറ്റ് ഓഫ് ജസ്റ്റിസ് റിട്ടയർഡ് മേരി ജോസഫ് വിത്ത് ദ നാർക്കോട്ടിക് ലോബി എന്നുള്ളതാണ് സബ്ജക്റ്റ്. അതിൻ്റെ റെഫറൻസ് എന്ന് പറയുന്നത് ഈ മയക്കുമരുന്ന് കേസിലെ പ്രതികളെ വെറുതെ വിട്ടതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സുഹൃത്തുക്കളെ, അതിൽ 4 കേസുകളുണ്ട്. ആ 4 കേസുകളിലാണ് ഈ ജസ്റ്റിസ് മേരി ജോസഫ് പ്രതികളെ വെറുതെ വിട്ടു എന്നുള്ളതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യശ്വന്ത് ഷേണായി അവർക്ക് നാർക്കോട്ടിക് ലോബിയുമായിട്ടുള്ള, മയക്കുമരുന്ന് ലോബിയുമായിട്ടുള്ള ബന്ധം അന്വേഷിക്കണം എന്ന് പറയുന്നത്. സുഹൃത്തുക്കളെ, ഇതിൻ്റെ ഒരു വളരെ ഗൗരവാവസ്ഥ നിലനിൽക്കുന്നത് എന്താ?
കേരള സമൂഹത്തിൽ നിന്ന് ഏറ്റവും വലിയ വിപത്തായി വളർന്നു വന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ മയക്കുമരുന്നിൻ്റെ സ്വാധീനം. മദ്യത്തിൻ്റെ സ്വാധീനത്തിൽപ്പെട്ട് ഉഴലുകയാണ് നമ്മുടെ സംസ്ഥാനം. ആ സംസ്ഥാനത്ത് ഇപ്പോൾ കഴിഞ്ഞ ഒരു 3-4 വർഷക്കാലമായി മയക്കുമരുന്നിൻ്റെ സ്വാധീനം വലിയ തോതിൽ വളർന്നു വരുന്നു. ചെറുപ്പക്കാരുടെ ഇടയിലും വിദ്യാർത്ഥികളുടെ ഇടയിലുമൊക്കെ തന്നെ മയക്കുമരുന്നിൻ്റെ സ്വാധീനം വലിയ തോതിൽ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഒരു ഹൈക്കോടതി ജഡ്ജിക്ക് മയക്കുമരുന്ന് ലോബി അല്ലെങ്കിൽ ലഹരി മാഫിയയുമായി ബന്ധമുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുതിർന്ന അഭിഭാഷകൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് കത്തയക്കുന്നു. അതുകൊണ്ട് വളരെ ഗുരുതരമാണ് ഈ വിഷയം എന്ന് നമ്മൾ മനസ്സിലാക്കുക. സുഹൃത്തുക്കളെ, പ്രധാനപ്പെട്ട വിഷയം എന്താ? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 കേസുകളുണ്ട്. ആ 2 കേസുകളിലായിട്ട് 4 പ്രതികളുണ്ട്. ആ 2 കേസുകളിൽ ഒരു കേസെന്ന് പറയുന്നത് കോർട്ട് ഓഫ് സ്പെഷ്യൽ ജഡ്ജ് ഓഫ് NDPS ആക്ട് കേസസ് തൊടുപുഴ, അവിടെയുള്ളതാണ് ഒരു കേസ്. ആ കേസിൽ ഈ ഹഷീഷ് ഓയിലിൻ്റെ നിർമ്മാണം, അതിൻ്റെ വിൽപ്പന ഇതുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് 3 പ്രതികൾ, അതായത് അവർ പിന്നീട് ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിച്ച 3 പ്രതികളെ ശിക്ഷിച്ചുകൊണ്ട് 8 ജനുവരി 2021 ഈ തൊടുപുഴ NDPS ആക്ട് കേസിൻ്റെ കോടതിയിൽ നിന്ന് ഒരു വിധിന്യായം വരികയുണ്ടായി. ആ വിധിന്യായം പ്രഖ്യാപിച്ചത് നിക്സൺ M. ജോസഫ് എന്ന് പറയുന്ന ജഡ്ജായിരുന്നു. അപ്പോൾ ആ കേസിലെ 3 പ്രതികളും അതുപോലെ തന്നെ അഡീഷണൽ സെഷൻസ് ജഡ്ജ് തൃശ്ശൂർ, അവിടുത്തെ PN വിനോദ് എന്ന് പറയുന്ന ആ ജഡ്ജ് 27/4/2021 പുറപ്പെടുവിച്ച ഒരു വിധിന്യായത്തിലും ഉൾപ്പെടുന്ന 4 പ്രതികൾ, ആ പ്രതികളെ 4 പേരെയും ശിക്ഷിച്ചതാണ് ഈ 2 കോടതികളും. ഒന്ന് തൊടുപുഴ കോടതി, ഒന്ന് തൃശ്ശൂർ കോടതി. അവരെ സമർപ്പിച്ച അപ്പീലുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ആ അപ്പീൽ അംഗീകരിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അഡ്വക്കേറ്റ് യശ്വന്ത് ഷേണായി ഈ മേരി ജോസഫ് എന്ന് പറഞ്ഞ ജഡ്ജിന് നാർക്കോട്ടിക് ലോബിയുമായിട്ട് ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കുന്നതും അതിന് ഉപോത്ബലകമായിട്ടുള്ള തെളിവുകൾ നിരത്തുന്നതും. അതാണ് ഇതിൻ്റെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യം. അതൊന്ന് ക്രിമിനൽ അപ്പീൽ 162/2021, ഒന്ന് ക്രിമിനൽ അപ്പീൽ 99/2021, ഒന്ന് ക്രിമിനൽ അപ്പീൽ 130/2021, പിന്നെ ഒന്ന് ക്രിമിനൽ അപ്പീൽ 714/2021, അതുപോലെ തന്നെ 545/2021 G1. അങ്ങനത്തെ അതാണ് ആ അപ്പീലുകൾ. അപ്പോൾ അപ്പീലുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് യശ്വന്ത് ഷേണായി പറയുന്നത്, ആ അപ്പീലുകൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ച് ആ അപ്പീലുകൾ മേരി ജോസഫിൻ്റെ ബെഞ്ചിലേക്ക് വരുമ്പോൾ ആ അപ്പീലുകൾക്ക് മുന്തിയ പരിഗണന കിട്ടി എന്നുള്ളതാണ് യശ്വന്ത് ഷേണായിയുടെ ആദ്യത്തെ ആരോപണം. ആ മുന്തിയ പരിഗണന കിട്ടി. ആ കേസുകളെല്ലാം തന്നെ പെട്ടെന്ന് തന്നെ മേരി ജോസഫ് കേൾക്കുന്നു. കേട്ടതിന് ശേഷം അവർ ഒരു പ്രത്യേക തീയതിയിലേക്ക് ഞാൻ പിന്നീട് ഒരു പ്രത്യേക തീയതിയിൽ ജഡ്ജ്മെൻറ്റ് റിസർവ് ചെയ്യുന്നു. അതിനുശേഷം കുറേ നാളുകൾക്ക് ശേഷം ജഡ്ജ്മെൻറ്റ് അലൗ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവരെ കുറ്റവിമുക്തരാക്കുന്നു. ആ കുറ്റവിമുക്തരാക്കിയതിനെ തുടർന്ന് അവർ കോടതിയുടെ ഒരു റിലീസ് ഓർഡറിനെ തുടർന്ന് അവർ റിലീസ് ചെയ്യപ്പെടുന്നു. അവർ സ്വതന്ത്രരായി പോകുന്നു. എന്നാൽ അപ്പോഴും ആ കേസിൽ വിധി പ്രഖ്യാപിച്ചിട്ടില്ല. ആ കേസിൽ വിധി പ്രഖ്യാപിക്കാതിരിക്കുന്നു. ആ കേസിൽ പിന്നീട് ഇവർ റിട്ടയർ ചെയ്ത് കഴിയുമ്പോഴാണ് വിധി പ്രഖ്യാപിക്കുന്നത്. ഇതാണ് യശ്വന്ത് ഷേണായിയുടെ ആരോപണത്തിൻ്റെ ഒരു പൊതു സ്വഭാവം. ഒന്നുകൂടി പറഞ്ഞാൽ, കേസുകൾ മേൽ അപ്പീൽ സമർപ്പിക്കുന്നു. ആ അപ്പീൽ പെട്ടെന്ന് തന്നെ മേരി ജോസഫിൻ്റെ ബെഞ്ചിൽ വരുന്നു. അവരത് പെട്ടെന്ന് തന്നെ കേൾക്കുന്നു. കേട്ടിട്ട് അവർ ജഡ്ജ്മെൻറ്റ് റിസർവ് ചെയ്യുന്നു. റിസർവ് ചെയ്ത് കഴിഞ്ഞ് ഏതാണ്ട് 1-2 വർഷങ്ങൾ കഴിയുമ്പോഴാണ് പിന്നീട് അത് അനുവദിക്കുന്നത്. അനുവദിച്ചു കഴിഞ്ഞെന്ന ഉടനെ തന്നെ പ്രതികൾ കുറ്റവിമുക്തരാക്കപ്പെടുന്നു. അത് റിലീസ് ഓർഡറിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോഴും ജഡ്ജ്മെൻ്റ് ഇല്ല. ആ ജഡ്ജ്മെൻറ്റ് പിന്നീട് അവർ റിട്ടയർ ചെയ്യുന്നിടം വരെ ഇല്ല. അവർ റിട്ടയർ ചെയ്തതിന് ശേഷമാണ് ജഡ്ജ്മെൻറ്റ് പുറപ്പെടുവിക്കുന്നത്. ഇതാണ് വാദം. സുഹൃത്തുക്കളെ, അതിൻ്റെ ഓരോന്നിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. അതിനുശേഷമാണ് ഇതിൻ്റെ ഒരു മോഡസ് ഓപ്പറാൻഡി, അതെങ്ങനെയാണ് നടപ്പിലാക്കിയതെന്നുള്ളത് യശ്വന്ത് ഷേണായി പറയുന്നുണ്ട്. അതിലേക്ക് നമുക്ക് പിന്നീട് പോകാം. ഉദാഹരണത്തിന്, ഷിനോ ജോൺ എന്ന് പറയുന്ന ഒരു പ്രതി, ആ പ്രതി ഹാഷിഷ് ഓയിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസിലാണ് പോലീസ് പിടിക്കുന്നത്. ആ പ്രതി ഉൾപ്പെടെയുള്ള പ്രതികളെ പിടിക്കുന്നത് 20/8/2017 20/8/2017 പിടിച്ചതിന് ശേഷം അതിൻ്റെ അന്വേഷണവും അതിൻ്റെ വിചാരണയെല്ലാം കഴിഞ്ഞ് അവരെ ശിക്ഷിച്ചുകൊണ്ട് തൊടുപുഴ കോടതിയിൽ നിന്ന് വിധി വരുന്നത് ജനുവരി 8, 2021. അതായത് ഏതാണ്ട് 4 മാസങ്ങൾക്ക് ശേഷം ജനുവരി 8, 2021 വിധി വരുന്നു.
മാർച്ച് 4, 2021 അപ്പീൽ ഫയൽ ചെയ്യുന്നു. അതായത് വിധി, അതായത് ഈ പ്രതിയെ പിടിക്കാനും അന്വേഷണം നടത്താനും വിചാരണ നടത്താനും ഒക്കെ 4 വർഷം എടുക്കുന്നു. ആ 4 വർഷം എടുത്ത് വിധി വരുന്നു. വിധി വന്ന് 2 മാസത്തിനുള്ളിൽ തന്നെ അപ്പീൽ ഫയൽ ചെയ്യുന്നു. ആ അപ്പീല് മാർച്ചിലാണ് അപ്പീൽ ഫയൽ ചെയ്യുന്നതെങ്കിൽ 8-ാം മാസം അത് മേരി ജോസഫിൻ്റെ ബെഞ്ചിൽ വരുന്നു. 8-ാം മാസം 26/8/2021. ഇത്രയും പെട്ടെന്ന് ഫാസ്റ്റ് ഫോർവേഡായിട്ട് മേരി ജോസഫിൻ്റെ ബെഞ്ചിൽ വരുന്നു. അവരെ വാദം കേൾക്കുന്നു. വാദം കേട്ടതിനെ തുടർന്ന് 22/10/2021 അവർ ജഡ്ജ്മെൻറ്റ് റിസർവ് ചെയ്യുന്നു. ജഡ്ജ്മെൻറ്റിനായി മാറ്റിവെക്കും. സുഹൃത്തുക്കളെ, പിന്നീട് ഏതാണ്ട് ഒരു 2 വർഷക്കാലത്തോളം ഒരു അനക്കവും ഉണ്ടാകുന്നില്ല. അതായത് 21 മാസവും 10 ദിവസവും കഴിയുന്നിടം വരെ പിന്നീട് അനക്കയില്ല. ആ കേസിൽ ഒന്നും സംഭവിക്കുന്നില്ല. ദർ ഇസ് എ ലാൾ എന്നാണ് യശ്വന്ത് ഷേണായി പറയുന്നത്. അതിനുശേഷം 31/7/2023 അതായത് 21 മാസവും 10 ദിവസം ഏതാണ്ട് 2 വർഷക്കാലത്തോളം കഴിഞ്ഞ് 31/7/2023 ഈ അപ്പീൽ അനുവദിക്കുന്നു. കോടതി ഒരു റിലീസ് ഓർഡർ, 1 ലൈൻ റിലീസ് ഓർഡർ ഇറക്കുന്നു. ആ ഓർഡറിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ശിക്ഷിക്കപ്പെട്ട പ്രതി ഷിനോ ജോൺ കുറ്റമുക്തനാക്കപ്പെടുന്നു. വെറുതെ വിടുന്നു അയാളെ. അങ്ങനെ വെറുതെ വിടുമ്പോഴും വിധിന്യായം വന്നിട്ടില്ല എന്ന് ഓർത്തോണം. ഇങ്ങനെ അലൗ ചെയ്തു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് വെറുതെ വിടുന്നത്. അതിനുശേഷം ജൂൺ 2-ാം തീയതി അവർ റിട്ടയർ ചെയ്ത് പോകുന്നു. 2024 ജൂൺ 2-ാം തീയതി മേരി ജോർജ് റിട്ടയർ ചെയ്ത് പോകുന്നു. ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യശ്വന്ത് ഷേണായി 2024 ജൂൺ 7-ന് ചീഫ് ജസ്റ്റിസിന് പരാതി നൽകുന്നു. ഈ കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് പരാതി നൽകുന്നു. പരാതി നൽകിയതിനെ തുടർന്ന് 10 ജൂൺ 2023 അതായത് വെള്ളിയാഴ്ച യശ്വന്ത് ഷേണായി പരാതി നൽകുന്നു. തിങ്കളാഴ്ച അവർ വന്ന് വിധിന്യായം പുറപ്പെടുവിച്ച് അപ്ലോഡ് ചെയ്യുന്നു. എപ്പോഴാണ്? അവരുടെ റിട്ടയർമെൻറ്റിന് ശേഷം. അപ്പോൾ ഇതാണ് ഷിനോ ജോണിൻ്റെത്. അതുപോലെ തന്നെ ഈ കേസിൽ വേറൊരാളുണ്ട്, അഞ്ചുമോൻ്റെ കാര്യത്തിൽ ഇതുപോലെ തന്നെ 8-ാം തീയതി വിധി വന്നു. 18/2/2021 അപ്പീൽ സമർപ്പിക്കുന്നു. 26/8/2021 ഫാസ്റ്റ് ഫോർവേഡായിട്ട് അവരുടെ ബെഞ്ചിൽ വരുന്നു. അവർ 2 വർഷവും 7 മാസം കഴിയുമ്പോഴത്തേക്കും 22/10/2021 അവർ ജഡ്ജ്മെൻറ്റ് റിസർവ് ചെയ്യുന്നു. അതിനുശേഷം പിന്നെ 2 വർഷം കഴിഞ്ഞിട്ട് റിലീസ് ചെയ്യുന്നു. റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും മാസങ്ങൾക്ക് ശേഷം അവർ വിധി പ്രഖ്യാപിക്കും. ഇത് ബിജുവിൻ്റെ കാര്യത്തിലും ഏതാണ്ട് ഇതുപോലെ തന്നെ. തൊടുപുഴ കോടതി 8 ജനുവരിയിൽ വിധി പ്രഖ്യാപിക്കുന്നു. 3/2/2021 വിധി അപ്പീൽ സമർപ്പിക്കുന്നു. മേരി ജോസഫിൻ്റെ ബെഞ്ചിൽ 22/10/2021 വരുന്നു. അന്ന് തന്നെ വാദം കേട്ടിട്ട് അവർ ജഡ്ജ്മെൻറ്റ് റിസർവ് ചെയ്യുന്നു. പിന്നീട് 2 വർഷം 7 മാസക്കാലത്തേക്ക് അനക്കയില്ല, 2 വർഷക്കാലത്തോളത്തേക്ക് അനക്കയില്ല. പക്ഷേ ഓൺലൈൻ ഓർഡറിൻ്റെ പേരിൽ പ്രതി കുറ്റമുക്തനാക്കപ്പെടുന്നു. അതിനുശേഷം റിട്ടയർമെൻറ്റിന് ശേഷമാണ് അവർ അതിൽ വിധി പ്രഖ്യാപിക്കുന്നത്. ഇതുപോലെ തന്നെ അഡീഷണൽ സെഷൻസ് ജഡ്ജി തൃശ്ശൂരിൻ്റെ PN വിനോദ് എന്ന് പറഞ്ഞ ജഡ്ജിൻ്റെ കേസിൽ ഇതുപോലെ തന്നെ പ്രതികളെ പിടിച്ചത് 17/9/2018. വിധി വന്നത് 27/4/2021. 3 വർഷം കഴിഞ്ഞ് വിധി വരുന്നു. 27/4/2021 വിധി വരുന്നു. 29/4/2021 അപ്പീൽ സമർപ്പിക്കുന്നു. ഏതാണ്ട് ഒരു 3 മാസം കഴിഞ്ഞ് 20/7/2023 മേരി ജോസഫിൻ്റെ ബെഞ്ചിൽ വരുന്നു. 4 ദിവസം കൊണ്ട് തന്നെ അവർ ആ വിധിയും ഏതാണ്ട് 31/7/2023 വിധി പ്രഖ്യാപിക്കുന്നു. റിട്ടയർമെൻറ്റിന് ശേഷം വരുന്നു. ഇതുപോലെ തന്നെ സിബാഹി ഒരു പ്രതിയും കൂടെ, ആ പ്രതിയുടെ കാര്യത്തിലും ഏതാണ്ട് ഇതുപോലെ തന്നെ വരുന്നു. സുഹൃത്തുക്കളെ, അപ്പോൾ ഇതിനകത്ത് കാണുന്ന കാര്യം എന്താ? ഇതിനകത്ത് കാണുന്ന കാര്യം, പ്രതികളെ പോലീസ് പിടിച്ചിട്ട് ഏതാണ്ട് 2-3 വർഷം കഴിയുമ്പോഴാണ് അന്വേഷണവും കഴിഞ്ഞ് വിചാരണയും കഴിഞ്ഞ് കീഴ്ക്കോടതി വിധി പ്രഖ്യാപിച്ച് ശിക്ഷ വിധിക്കുന്നത്. ശിക്ഷ വിധിച്ച ഉടനെ തന്നെ കൊണ്ടുവന്ന് അപ്പീൽ കൊടുക്കുന്നു. അപ്പീൽ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് സ്റ്റണ്ണിങ് സ്പീഡിൽ ഇത് മേരി ജോസഫിൻ്റെ ബെഞ്ചിൽ വരുന്നു. മേരി ജോസഫ് ഇതിൻ്റെ വാദം കേൾക്കുന്നു. വാദം കേട്ടിട്ട് അവരെന്ത് ചെയ്യുന്നു? പിന്നെ 2 വർഷക്കാലത്തോളം അനക്കയില്ല. ഏതാണ്ട് 21 മാസത്തോളം ഏതാണ്ട് 2 വർഷക്കാലത്തോളം അനക്കയില്ല. അത് കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്യുന്നു? ഈ പ്രതികളെ വെറുതെ വിടുന്നു. അപ്പീൽ അലൗ ചെയ്യുന്നു. ഒരു റിലീസ് ഓർഡറിൻ്റെ അടിസ്ഥാനത്തിൽ അവർ റിലീസായി പോകുന്നു. ആ പോകുന്ന സമയത്തും ജഡ്ജ്മെൻ്റ് ഇല്ല. അവസാനം പിന്നെയും മാസങ്ങൾ, അതായത് 31/7/2023 പോയി കഴിഞ്ഞിട്ട് വിധി വരുന്ന എപ്പോഴാണ്?
10 ജൂൺ 2024 വിധി വരുന്നത്. പിന്നെയും 10 മാസം കഴിഞ്ഞിട്ടാണ് വിധി വരുന്നത്. അപ്പോൾ ഇത് വളരെ ദുരൂഹമല്ലേ സുഹൃത്തുക്കളെ? ഇത് പലതരത്തിലും നിയമലംഘനവുമാണ്. അതിലേക്ക് നമ്മൾ ഇനി വരാൻ പോവുകയാണ്. ഇനി നമ്മൾ അടുത്തതായി പരിശോധിക്കാൻ പോകുന്നത് ഇതെങ്ങനെയാണ് ഈ ജസ്റ്റിസ് മേരി ജോസഫ് ഇത് നടപ്പിലാക്കിയത് എന്നുള്ളതാണ്. അവരുടെ മോഡസ് ഓപ്പറാൻഡി എന്തായിരുന്നു, എങ്ങനെയാണ് ഇവർ ഈ മയക്കുമരുന്ന് കേസിലെ പ്രതികളെ ഇങ്ങനെ വെറുതെ വിടാനുള്ള പദ്ധതി മേരി ജോസഫ് എങ്ങനെ തയ്യാറാക്കി എന്നുള്ളതാണ്. നമ്മൾ ഇതിനവർ കളമൊരുക്കിയത് എങ്ങനെ എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, അവർ പിന്നെ ഹൈക്കോടതി ജഡ്ജിയായി നിയമിക്കപ്പെട്ടു. അതിനുശേഷം കുറേ മാസങ്ങളോളം അവർ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഭാഗമായിരുന്നു. അതിനുശേഷം കോവിഡ് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ സിംഗിൾ ബെഞ്ച്, അവരുടെ തന്നെ ബെഞ്ചായി അവർ പിന്നെ ഇരിക്കാൻ തുടങ്ങും. അപ്പോൾ ഹൈക്കോടതിയിൽ 40ഓളം ജഡ്ജിമാരാണുള്ളത്. ആ ജഡ്ജിമാരെല്ലാം ഓരോ ദിവസവും കൈകാര്യം ചെയ്യുന്നത് ഏതാണ്ട് 100ഓളം മാറ്റേഴ്സാണ്, 100ഓളം കേസുകളാണ് കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ ഇവരെന്ത് ചെയ്തു? മേരി ജോസഫ് എന്ത് ചെയ്തു? സാവധാനം ഈ 100 എന്നുള്ളത് അവർ 40ലേക്ക് കുറച്ചു. ഓരോ ദിവസവും അവർ കൈകാര്യം ചെയ്യുന്ന കേസിൻ്റെ എണ്ണം 100ൽ നിന്ന് 40ലേക്ക് ആദ്യം കുറച്ചു, 40ൽ നിന്ന് പിന്നീട് 30ലേക്കും കുറച്ചു. സ്വാഭാവികമായി ഇതവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ടതായിരുന്നു അഭിഭാഷകർ. കാരണം 100 കേസുകൾ നിങ്ങൾ ഒരു ദിവസം കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ് 30ലേക്കും 40ലേക്കും കുറച്ചത് എന്ന് അഭിഭാഷകർ ചോദ്യം ചെയ്യണമല്ലോ. പക്ഷേ അവർ ചോദ്യം ചെയ്തില്ല. കാരണം എന്താ? അവർക്കൊക്കെ ഈ പറഞ്ഞതുപോലെ ഈ ജഡ്ജിൽ നിന്ന് ഓർഡർ കിട്ടേണ്ടവരാണ്. അതുകൊണ്ട് അവരനങ്ങിയില്ല. അവസാനം ഈ മേരി ജോസഫ് എന്ത് ചെയ്തു? 100 എന്നുള്ളത് 40ലേക്ക് തിരിച്ചു കൊണ്ടുവന്നു, 40ൽ നിന്ന് 30ലേക്ക് തിരിച്ചു കൊണ്ടുവന്നു, 30ൽ നിന്ന് 20ലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ പ്രശ്നം എന്താ സുഹൃത്തുക്കളെ? ഈ കോടതി ക്രിമിനൽ അപ്പീലിൻ്റെ കോടതികളായതുകൊണ്ട് ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ടു അല്ലാതെയൊക്കെ തന്നെ കുറേ കാലങ്ങളായി ജയിലിൽ കിടക്കുന്ന ഒരുപാട് പ്രതികളുണ്ട്. ആ പ്രതികളൊക്കെ തന്നെ തങ്ങളുടെ അഭിഭാഷകരുടെ അടുത്ത് ഇതെന്താണ് കേൾക്കാത്തത്, എന്താണ് കേൾക്കാത്തതെന്ന് അവർ ചോദിക്കുകയാണ്. കാരണം അവർ ജയിലിൽ കിടന്ന് ലാംഗ്വേജ് ചെയ്യുകയാണ്. ശരിയായിട്ടായാലും തെറ്റായിട്ടായാലും അവരെല്ലാം ഈ പറഞ്ഞ പോലെ വക്കീലന്മാരുടെ മേലിൽ സമ്മർദ്ദം ചെലുത്താൻ തുടങ്ങി. ഈ സാഹചര്യമാണ് മേരി ജോസഫ് വളരെ ബുദ്ധിപരമായി ഉപയോഗിച്ചത് എന്നാണ് യശ്വന്ത് ഷെണായി പറയുന്നത്. മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഒരു ബാക്ക് റൂട്ട് എടുത്തത് ഇതിലൂടെയാണ്. കാരണം എന്താ? 20 കേസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ 20 കേസിൽ ഏതൊക്കെ ലിസ്റ്റ് ചെയ്യപ്പെടണം, ഏതൊക്കെ ലിസ്റ്റ് ചെയ്യപ്പെടേണ്ട എന്ന് തീരുമാനിക്കാനുള്ള ഒരു സൗകര്യം കിട്ടുകയാണ്. ഒരു അൺനാച്ചുറലായിട്ടൊരു ഡിമാൻഡ് ഉണ്ടാക്കുകയാണ്. അതാണ് യശ്വന്ത് ഷെണായി തൻ്റെ പിന്നെ പരാതിയിൽ പറഞ്ഞിട്ടുള്ളത്. അതിനെതിരെ യശ്വന്ത് ഷെണായി ഹൈക്കോർട്ട് വിജിലൻസിന് കേസ് കൊടുത്തു. പരാതി കൊടുത്തു, അവരത് പരിഗണിച്ചില്ല. അതിനുശേഷം സിംഗിൾ ബെഞ്ചിന് പരാതി കൊടുത്തു, സിംഗിൾ ബെഞ്ച് പരിഗണിച്ചില്ല. ഡിവിഷൻ ബെഞ്ചിന് പരാതി കൊടുത്തു, ഡിവിഷൻ ബെഞ്ചും പരിഗണിച്ചില്ല. അവിടെയാണ് യശ്വന്ത് ഷെണായി പറഞ്ഞത് ഹൈക്കോടതിയിലെ സംവിധാനങ്ങൾ 1 അല്ല 2 അല്ല 3 തവണ പരാജയപ്പെട്ടു. അപ്പോൾ എന്താണ് യശ്വന്ത് ഷെണായി പറയുന്നത്? എന്താണ് യശ്വന്ത് ഷെണായി പറയുന്നത്? ഈ 100 മാറ്റർ എന്നുള്ളത് 20 മാറ്ററിലേക്ക് ചുരുങ്ങുമ്പോൾ ആ 20 മാറ്ററിനകത്ത് ഏതൊക്കെ കേസുകൾ വരണം എന്ന് തീരുമാനിക്കാനുള്ള ഒരു സൗകര്യം ലഭിക്കും. ആ 20 മാറ്റർ ആരാണ് തീരുമാനിക്കുന്നത് എന്നുള്ള പ്രശ്നമാണ് യശ്വന്ത് ഷെണായി ചോദിക്കുന്നത്. അത് വിജിലൻസ് പിന്നെ രജിസ്ട്രി ആണോ തീരുമാനിക്കുന്നത്, അതോ ജഡ്ജാണോ തീരുമാനിക്കുന്നത്? അതുപോലെ തന്നെ ജഡ്ജിൻ്റെ മകനെതിരെയും യശ്വന്ത് ഷെണായി ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. അതിൽ ആരാണ് തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് യശ്വന്ത് ഷെണായിയുടെ ചോദ്യം. 20ൽ വരേണ്ട മാറ്റർ, ലിസ്റ്റ് ചെയ്യേണ്ട മാറ്ററുകൾ തീരുമാനിക്കപ്പെടുന്നത് എവിടെയാണ്, ആരാണ്, എങ്ങനെയാണ്? അതിനെക്കുറിച്ചിട്ട് യശ്വന്ത് ഷെണായി വിശദമായിട്ടുള്ള പിന്നെ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടും ഒരന്വേഷണവും ഹൈക്കോടതിയിൽ ഒരു സംവിധാനവും നടത്തിയില്ല എന്നുള്ളത് വലിയ കുറ്റകരമായിട്ടൊരു കാര്യമായിട്ടാണ് യശ്വന്ത് ഷെണായി പറയുന്നത്. സുഹൃത്തുക്കളെ, നമ്മൾ നേരത്തെ കണ്ടു ഈ 2 കേസുകളിൽ. ഇപ്പോൾ അതിൽ തൊടുപുഴയിലെ കേസ് എന്ന് പറഞ്ഞാൽ 17 പിടിച്ചത്. ഹഷീഷ് ഓയിലുമായി ബന്ധപ്പെട്ട് പ്രതികളെ 17 പിടിച്ചു. അതിൻ്റെ അന്വേഷണവും അതിൻ്റെ വിചാരണ എല്ലാം കൂടെ 4 വർഷം എടുത്തു. 2021 ജനുവരി 8 പിന്നെ വിധി പ്രഖ്യാപിക്കുന്നത്. ആ വിധി പ്രഖ്യാപിച്ച ഉടനെ തന്നെ അപ്പീൽ കൊടുക്കുന്നു. അപ്പീൽ കൊടുത്തിട്ട് സംഭവിക്കുന്ന എന്താ? 5-6 മാസം കഴിയുമ്പോഴത്തേക്കും അത് മേരി ജോസഫിൻ്റെ ബെഞ്ചിൽ വരുന്നു. അതെങ്ങനെയാണ് വരുന്നത് എന്നാണ് യശ്വന്ത് ഷെണായി ചോദിക്കുന്നത്. കാരണം 2010-ലും 2015-ലും ഒക്കെ കിടക്കുന്ന പെൻഡിങ് മാറ്ററുകൾ പലതും ഇതുപോലുള്ള ക്രിമിനൽ അപ്പീലുകൾ കിടക്കുമ്പോഴും അതിനെല്ലാം മറികടന്നുകൊണ്ട് 21-ൽ കീഴ്ക്കോടതിയിലുണ്ടായിട്ടുള്ളൊരു വിധി സംബന്ധിച്ച് അപ്പീൽ കൊടുത്തപ്പോൾ ഏതാനും മാസം കഴിഞ്ഞപ്പോൾ തന്നെ മേരി ജോസഫിൻ്റെ ബെഞ്ചിൽ അത് വന്നിട്ടുണ്ടെങ്കിൽ അത് ദുരൂഹമാണ് എന്നുള്ളതാണ് യശ്വന്ത് ഷെണായിയുടെ വാദം. അതുപോലെ തന്നെ യശ്വന്ത് ഷെണായി വേറൊരു കാര്യം കൂടെ പറയുന്നത് പ്രധാനപ്പെട്ടത്,
ഓരോ കേസിലും ലിസ്റ്റ് വരുന്ന ഒരു ഡേറ്റ് ഇട്ടിട്ടാണ്. അതായത് ആദ്യം കേൾക്കുന്ന ജഡ്ജ് ഒരു ഡേറ്റ് കൊടുക്കും, ആ ഡേറ്റിലാണ് പിന്നീട് വരുന്നത്. എന്നാൽ മേരി ജോസഫിൻ്റെ ബെഞ്ചിൽ വരുമ്പോൾ ഇങ്ങനത്തെ ഡേറ്റൊന്നുമില്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മേരി ജോസഫിൻ്റെ ബെഞ്ചിലേക്ക് കേസങ്ങ് വരികയാണ്. ഇതിന് മുമ്പ് വരുന്ന ജഡ്ജ് ഇന്ന ദിവസം ഇട്ടു എന്നുള്ള ആ ഡേറ്റൊന്നും ബാധകമല്ലാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മേരി ജോസഫിൻ്റെ ബെഞ്ചിലേക്ക് കേസ് വരുന്നു. ഇതാരാണ് ഹാൻഡ് പിക്ക്, ഇത് മാറ്റേഴ്സ് ഹാൻഡ് പിക്ക് ചെയ്യപ്പെടുകയാണ് എന്നതിൻ്റെ ശക്തമായിട്ടുള്ള തെളിവായിട്ടാണ് യശ്വന്ത് ഷേണായി പറയുന്നത്. 20 കേസുകൾ മാത്രം ലിസ്റ്റ് ചെയ്യുന്ന ആ ലിസ്റ്റിനകത്തേക്ക് കേസുകൾ ഹാൻഡ് പിക്ക് ചെയ്ത് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് യശ്വന്ത് ഷേണായുടെ വാദം. എന്നിട്ട് ഹാൻഡ് പിക്ക് ചെയ്ത് കൊണ്ടിരുന്ന കേസുകൾ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് പിന്നെയും കയറി വരുന്നു. അപ്പോൾ യശ്വന്ത് ഷേണായി ചോദിക്കുന്ന ചോദ്യം എന്താ? 2010 2015 ഒരുപാട് ക്രിമിനൽ കേസുകൾ പെൻഡിങ് കിടക്കുമ്പോൾ ഈ കേസ് എങ്ങനെ വരുന്നു? അതാരാണ് ഹാൻഡ് പിക്ക് ചെയ്യുന്നത്? അതാരാണ് ചൂസ് ചെയ്യുന്നത്? അത് രജിസ്ട്രിയാണോ? അത് ജഡ്ജാണോ? ജഡ്ജിൻ്റെ മകനാണോ? ഇതാണ് യശ്വന്ത് ഷേണായിയുടെ ചോദ്യം. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു? ആ കേസെല്ലാം കേൾക്കുന്നു, ആ കേസെല്ലാം പെട്ടെന്ന് കേൾക്കുന്നു. കേട്ടിട്ട് എന്ത് സംഭവിക്കുന്നു? ഒരു ദിവസം ജഡ്ജ്മെൻറ്റ് റിസർവ് ചെയ്യുന്നു. ഒരു സമയത്ത് ജഡ്ജ്മെൻറ്റ് റിസർവ് ചെയ്യുന്ന എപ്പോഴാണ്? 2-3 കേസുകൾ, ഒരു കേസിൽ 3 പ്രതികളുള്ള ഒരു കേസിൽ 22/10/2021 ജഡ്ജ്മെൻറ്റ് റിസർവ് ചെയ്യുന്നു. അതിനുശേഷം ഏതാണ്ട് 2 വർഷക്കാലത്തോളം പിന്നെ ഒരു അനക്കവുമില്ല സുഹൃത്തുക്കളെ. 22/10/2021 ജഡ്ജ്മെൻറ്റ് റിസർവ് ചെയ്തതിന് ശേഷം ഏതാണ്ട് 21 മാസത്തോളം പിന്നീട് അനങ്ങുന്നില്ല. 31/7/2023 വരെ അനക്കമില്ല. ഒരു സുപ്രഭാതത്തിൽ അലൗഡ് ആണെന്ന് പറയുന്നു, റിലീസ് ഓർഡർ പ്രഖ്യാപിക്കുന്നു. ആ റിലീസ് ഓർഡറിലൂടെ പ്രതി കുറ്റവിമുക്തനാവും. അവിടെ തന്നെ ഒരു പ്രശ്നമുണ്ടെന്ന് യശ്വന്ത് ഷേണായി എന്താ പറയുന്നത്? ഈ ജഡ്ജ്മെൻറ്റ് റിസർവ് ചെയ്ത 22/10/2021 ഇത് അലൗ ചെയ്ത 31/7/2023 21 മാസം 10 ദിവസക്കാലത്തോളത്തിൻ്റെ ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിൽ ഈ കുറ്റവാളി ജയിലിൽ ലാംഗ്വിഷ് ചെയ്യുകയായിരുന്നു. ഈ കുറ്റവാളികൾ നിരപരാധിയാണോ അല്ലയോ എന്നുള്ള വിവരം അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇവർ അലൗ ചെയ്തതും ഇവർ ജഡ്ജ്മെൻറ്റ് റിസർവ് ചെയ്തതും ജഡ്ജ്മെൻറ്റ് അലൗ ചെയ്തതും തമ്മിൽ ഏതാണ്ട് 2 വർഷക്കാലത്തോളം ഗ്യാപ്പുണ്ട്. അപ്പോൾ ആ ഗ്യാപ്പിൽ പ്രതികളെ അവിടെ ഇടുകയല്ലേ ചെയ്തത്? അത് സുപ്രീം കോടതിയുടെ തന്നെ ഒരു നിർണായകമായിട്ടുള്ള വിധിക്ക് എതിരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് മെയ് 15, 2023 ഉമേഷ് റായ് അറ്റ് ഗോറ റായ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു കേസിൽ സുപ്രീം കോടതി ജഡ്ജിമാരായിട്ടുള്ള സഞ്ജയ് കിഷൻ കൗളും അസാനുദ്ദീൻ അമാനുള്ളയും ചേർന്നൊരു വിധി പ്രഖ്യാപിച്ചു. അതിലെന്താ പറഞ്ഞെന്നറിയാമോ? ഇഫ് എ ജഡ്ജ്മെൻറ്റ് ഈസ് നോട്ട് പ്രൊനൗൺസ്ഡ് വിത്തിൻ 6 months ഇറ്റ് ഷുഡ് ബി പ്ലേസ്ഡ് ബിഫോർ അനദർ ബെഞ്ച് ഫോർ ഫ്രഷ് ആർഗ്യുമെൻറ്റ്സ്. ഇതാണ് സുപ്രീം കോടതി എന്ന് പറഞ്ഞത്. അത് യഥാർത്ഥത്തിൽ 2001 ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായിട്ടുള്ളൊരു വിധി വന്നിരുന്നു, അനിൽ റായ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ. അത് ജസ്റ്റിസ് KT തോമസും ജസ്റ്റിസ് RP സേഥി ആയിട്ടാണ്. ആ കേസിൽ ഒരുപാട് ഈ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു. അതിൻ്റെ ചൂട് പിടിച്ചുകൊണ്ടാണ് അവർ പറഞ്ഞത്, ഒരു കേസിൽ ജഡ്ജ്മെൻറ്റ് 6 മാസം കഴിഞ്ഞിട്ട് ഇറക്കിയില്ലെങ്കിൽ ഇറ്റ് ഷുഡ് ബി പ്ലേസ്ഡ് ബിഫോർ അനദർ ബെഞ്ച് ഫോർ ഫ്രഷ് ആർഗ്യുമെൻറ്റ്സ്. അതായത് 6 മാസക്കാലം കഴിഞ്ഞിട്ടും ഒരു കേസിൽ വിധി പ്രഖ്യാപിച്ചില്ലെങ്കിൽ അത് വേറൊരു ബെഞ്ചിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ഫ്രഷായിട്ട് ആർഗ്യുമെൻറ്റ്സ് നടത്തണം എന്നാണ് 2023 മെയ് 15 ഒരു സുപ്രീം കോടതിയുടെ 2-അംഗ ബെഞ്ച് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ നഗ്നമായ ലംഘനമല്ലേ ഇവിടെ നടന്നിട്ടുള്ളത്? ഇവിടെ വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞ് ഏതാണ്ട് 2 വർഷക്കാലത്തോളം കഴിഞ്ഞിട്ടാണ് പ്രതികളെ വിട്ടയച്ചുകൊണ്ടുള്ള വിധി ഓർഡർ വരുന്നത്. അപ്പോൾ 2 വർഷക്കാലം അവരെ ജയിലിലിടിച്ചത് സുപ്രീം കോടതി വിധിയുടെ നഗ്നമായ ലംഘനമല്ലേ? അതാണ് യശ്വന്ത് ഷേണായി ചോദിക്കുന്ന ചോദ്യം. ഇതിനകത്ത് ഏറ്റവും രസകരമായ കാര്യം എന്താ? ഈ 2 വർഷം ജയിലിൽ കിടന്നിട്ടും കുറ്റവാളികൾ വന്ന് ചലഞ്ച് ചെയ്തില്ല എന്നുള്ളതാണ്. അപ്പോൾ കുറ്റവാളികൾക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ടാണ് അവരെ ചലഞ്ച് ചെയ്യാനുണ്ടായിരുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു? റിലീസ് ഓർഡറിൻ്റെ പുറത്താണ് പറഞ്ഞു വിടുന്നത്. ആ റിലീസ് ഓർഡറിൻ്റെ പുറത്ത് അവർ പറഞ്ഞു വിടുന്നു. എന്നിട്ട് പിന്നീട് സംഭവിക്കുന്നതാണ്, ജഡ്ജി റിട്ടയർ ആവുന്നവരെ ഓർഡർ ഇറങ്ങുന്നില്ല സുഹൃത്തുക്കളെ. റിട്ടയർ ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞിട്ടും ഓർഡർ ഇറങ്ങുന്നില്ല. റിട്ടയർ ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞിട്ടും ഓർഡർ ഇറക്കാതിനെ തുടർന്ന് യശ്വന്ത് ഷേണായി ചീഫ് ജസ്റ്റിസിന് കഴിഞ്ഞ വെള്ളിയാഴ്ച പരാതി കൊടുക്കുന്നു. അതായത് റിട്ടയർമെൻറ്റിന് ശേഷം ഇവർ വീണ്ടും വരുന്നു, ഇത് വിധിന്യായം എഴുതുന്നു എന്നായിരുന്നു. അങ്ങനെ എന്ത് സംഭവിച്ചു? പരാതി വെള്ളിയാഴ്ച കൊടുത്തു. തിങ്കളാഴ്ച ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ വിധിന്യായം അപ്ലോഡ് ചെയ്യുന്നു.
ഈ വിധിന്യായം റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നതും സുപ്രീം കോടതി വിധിക്കെതിരാണ്. അതായത് മദ്രാസ് ഹൈക്കോടതി ഇതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്, റിട്ടയർമെൻറ്റിന് ശേഷം വിധി പ്രഖ്യാപിക്കുന്നത് ഇംപ്രോപ്രീറ്റി ആണ് എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അത് കൃത്യമായിട്ട് എന്താ കോടതി പറയുന്നറിയാമോ? അതുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതിയിൽ വന്നത് സ്റ്റേറ്റ് വേഴ്സസ് നരേഷ് പ്രസാദ് അഗർവാൾ ആൻഡ് അതേഴ്സ് 13 ഫെബ്രുവരി 2024 വന്നത്. അത് സുപ്രീം കോടതിയിലെ ജഡ്ജിമാരായിരുന്ന ജസ്റ്റിസ് അഭയ് ഓക്കയും ജസ്റ്റിസ് ഉജ്ജൽ ഭൂയാനുമാണ് ആ കേസ് കൈകാര്യം ചെയ്തത്. അത് ഇതുപോലെ തന്നെയായിരുന്നു. റിട്ടയർമെൻറ്റിന് ശേഷം മദ്രാസ് ഹൈക്കോടതിയിലെ ഒരു ജഡ്ജ് ഒരു വിധി പ്രഖ്യാപിച്ചു. അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? അക്കോർഡിംഗ് ടു അസ്, retaining file of a case for a period of 5 months after demitting office is an act of gross impropriety and on the part of the learned judge we cannot countenance what has been done in this case. ഇത് പൂർണ്ണമായിട്ടും തെറ്റാണ്. ഇതിനെ ഒരു കാരണവശാലും ഞങ്ങൾക്ക് അനുകൂലിക്കാൻ പറ്റില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അപ്പോൾ ഇവർ റിട്ടയർ ചെയ്തതിന് ശേഷവും വിധി എഴുതി അപ്ലോഡ് ചെയ്തതും നിയമവിരുദ്ധമാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഇവർ കേസ് ജഡ്ജ്മെൻറ്റ് റിസർവ് ചെയ്തതിന് ശേഷം ഏതാണ്ട് 2 വർഷക്കാലത്തോളം കഴിഞ്ഞിട്ട് പ്രതികളെ കുറ്റമുക്തമാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവർ ചെയ്തിട്ടുള്ള കാര്യവും സുപ്രീം കോടതിയുടെ വിധിന്യായ പ്രകാരം നിയമവിരുദ്ധമാണ്. അപ്പോൾ ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എന്താ സുഹൃത്തുക്കൾ? ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഈ മേരി ജോസഫ് എന്ന് പറഞ്ഞ ജഡ്ജ് നിയമവിരുദ്ധമായി, സുപ്രീം കോടതിയുടെ വിധിന്യായങ്ങൾക്ക് വിരുദ്ധമായി ലഹരി മാഫിയയുമായി അല്ലെങ്കിൽ നാർക്കോട്ടിക് ലോബിയുമായി ഒത്തുകളിച്ചിട്ടുണ്ടോ എന്നുള്ള വളരെ ഗൗരവതരമായിട്ടുള്ള സംശയമാണ് ഉയർന്നിട്ടുള്ളത്. അതിനാവശ്യമായിട്ടുള്ള എല്ലാ തെളിവുകളും വെച്ചുകൊണ്ടാണ് ഹൈക്കോടതി അഡ്വക്കേറ്റ് അസോസിയേഷൻ്റെ പ്രസിഡന്റും പ്രമുഖ അഭിഭാഷകനുമായിട്ടുള്ള യശ്വന്ത് ഷേണായി ഇന്ത്യയുടെ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിനും ഇന്ത്യയുടെ കേന്ദ്ര ഗവൺമെൻറ്റിലെ മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസിനും CBIക്കും കത്ത് നൽകിയിട്ടുള്ളത്. ആ കത്തിൽ അദ്ദേഹം പറയുന്നത്, സുവോമോട്ടോ കോൾ ഫോർ the judgments in these cases and quash and set aside the order in the 5 NDPS criminal appeals. അതായത് ഇവർ തെറ്റായി തീരുമാനിച്ച ഈ വിധിന്യായങ്ങൾ തിരിച്ചു വിളിച്ചതിന് ശേഷം അത് റദ്ദാക്കണം എന്നുള്ളത് ആവശ്യപ്പെടുന്നു. 2, ഈ വനിതാ ജഡ്ജിക്ക് നാർക്കോട്ടിക് ലോബിയുമായിട്ടുള്ള ബന്ധം അന്വേഷിക്കണം എന്നുള്ളത് പറയുന്നു. ആൻഡ് പിന്നെ 2 കാര്യങ്ങളുണ്ട്. കോൾ ഫോർ എ റിപ്പോർട്ട് ഫ്രം ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ദ ഹൈക്കോർട്ട് ദാറ്റ് വുഡ് ഷോസ് ദീസ് ജഡ്ജ്മെന്റ്സ് വർ പ്രിപ്പയർഡ് ആൻഡ് സൈൻഡ് and all officials responsible for the same and take disciplinary action against officials. ഇത്രയും കാര്യങ്ങളാണ് യശ്വന്ത് ഷേണായി തൻ്റെ വിശദമായിട്ടുള്ള ഈ കത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇത് വളരെ ഗൗരവതരമാണ്, വളരെ ഗുരുതരമാണ് എന്നുള്ളതിന് സംശയമൊന്നുമില്ല എന്നാണ് എൻ്റെ പ്രേക്ഷകർ കരുതുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേരളത്തിലെ പരമോന്നത നീതിപീഠമായിട്ടുള്ള ഹൈക്കോടതി, നമ്മൾ കോടതികളെക്കുറിച്ച് പഠിച്ചിട്ടുള്ളത് എന്താ സുഹൃത്തുക്കളെ? സെന്റിനൽ ഇൻ ദ ക്യൂ വൈവ് എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. വാച്ച്ഫുൾ ഗാർഡിയൻ ഓഫ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് ദ പീപ്പിൾ എന്നാണ് കോടതിയെക്കുറിച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ജനങ്ങളുടെ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്ന ജാഗ്രതയോടുകൂടിയുള്ള രക്ഷിതാവാണ് ഹൈക്കോടതി. അതുകൊണ്ടാണ് കോടതികളെ നമ്മൾ സെന്റിനൽ ഇൻ ദ ക്യൂ വൈവ് എന്ന് നമ്മൾ കണക്കാക്കും. ആ കോടതിയിലെ ഒരു വനിതാ ജഡ്ജി നിയമം ലംഘിച്ചുകൊണ്ടും സുപ്രീം കോടതിയുടെ വിധികൾ നഗ്നമായി ലംഘിച്ചുകൊണ്ടും മയക്കുമരുന്നു കേസിലെ 4 പ്രതികളെ ജഡ്ജിമെൻ്റ് പോലും പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് വെറുതെ വിട്ടു എന്നുള്ളതിൻ്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള വിശദാംശങ്ങളാണ് ഞാൻ ഇവിടെ അവതരിപ്പിച്ചത്. പുതിയതായിട്ടൊന്നും അവതരിപ്പിച്ചിട്ടില്ല. യശ്വന്ത് ഷേണായി എന്ന് പറയുന്ന അഭിഭാഷകൻ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിനും CBIക്കും മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസിനും നൽകിയിട്ടുള്ള കത്തിലെ വിശദാംശങ്ങളാണ് ഞാൻ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇത് വളരെ ഗുരുതരവും വളരെ ഗൗരവതരവുമാണ് എന്നുള്ളത് വ്യക്തമാണ്. ഇതിൽ ഇനിയും വീഡിയോകൾ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ ആ സമയത്ത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. എന്തായാലും ഇത് വളരെ ഗുരുതരവും വളരെ ഗൗരവതരവുമാണ് എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ.